ഹായ് ഹലോ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഇഞ്ചത്തൊട്ടിയിൽ പോയൊരു ചെറിയ വ്ളോഗായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ വീട്ടിലിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ആക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് കുറച്ച് അവക്കാഡോ മേടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പല വീഡിയോസിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ അവക്കാഡോ ഷേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് മേടിച്ച് വെച്ചിരിക്കുന്ന അവക്കാഡോ പഴുത്തു കേട്ടോ. അപ്പോൾ ഇത് പഴുക്കാൻ ഇത്തിരി പാടാണ്, മേടിച്ചാൽ പഴുക്കൂല. ഇത് പഴുത്താൽ നമ്മളിട്ട് അറിയാനും പോടില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്ത്, പഴുത്തോ പഴുത്തോ. അപ്പോൾ ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ പ്ലിങ്ങി വരുമല്ലോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ തൊട്ട് നോക്കുന്നു, തൊട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു പ്ലിക്കും ഉണ്ടായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഈ നെറ്റിൻ്റെ പോഷൻ വെച്ച് ചീഞ്ഞ് വന്നായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം വന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ഒരു അവക്കാഡോ ഷേക്കാണ് കേട്ടോ. ഇതിവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു അവക്കാഡോയുടെ തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിനി ഉണ്ടാവുമായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇത്രയും ടേസ്റ്റുമുള്ള ഫ്രൂട്ട് വേറെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരു വലിയൊരു കുരു ഉണ്ട് കേട്ടോ. ആ കുരു തന്നെ വലിയൊരു പോർഷൻ ഉണ്ട്. ഒരു 70% അതിൻ്റെ അകത്ത് ആ കുരുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാമ്പെന്ന് പറയാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. 400, 450 ആ റേഞ്ചിലാണ് ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ ഇത് പഴുപ്പിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമാണെന്ന് തോന്നുന്നു. കാരണം ഇത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അറിയേമില്ല. കാരണം ഇതിൻ്റെ തൊണ്ടൊക്കെ പച്ചിച്ചല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് പഴുത്തായിട്ട് നമ്മൾ അറിയേമില്ല. പിന്നെ നമ്മളിങ്ങനെ കൂടെ കൂടെ തൊട്ട് വെക്കണം പഴുത്തോ പഴുത്തോ എന്ന്. ഇനി ഇത് എളുപ്പത്തിൽ പഴുക്കണമെങ്കിൽ കുറച്ച് പേപ്പറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ചാലും ഇത് ഈസി ആയിട്ട് പഴുപ്പിച്ചെടുക്കും. അപ്പം ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഞാൻ ഷേക്കാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൂളി പൂളി എടുക്കണം. അപ്പം ഞാൻ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് പാലിലാട്ടോ ഇത് അടിച്ചെടുക്കേണ്ടത്. ചിലവർ തേങ്ങാപ്പാലിലൊക്കെ അടിച്ചെടുക്കും. തേങ്ങാപ്പാലിൽ അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് ഇത്ര കിട്ടില്ല. നല്ല പശുവും പാലിൽ അത് നല്ല തണുപ്പിച്ച പാലുമായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷേക്ക് എന്ന് പറയുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ പാൽ അതുപോലെ ചേർക്കണം കേട്ടോ. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലോളാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് തിളപ്പിച്ചിട്ട് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഷേക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പാല് ഞാൻ തണുപ്പിക്കാനായിട്ട് ഫ്രീസറിലാണ് വെക്കാറ്. കാരണം പെട്ടെന്ന് തണുത്ത് കിട്ടുന്നത് ഫ്രീസറിൽ വെക്കുമ്പോഴാട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ ഇതുപോലെ പച്ചന രൂപത്തിൽ കഴിച്ചിട്ടില്ല. ഞാൻ ജ്യൂസോ ഷേക്ക് അതുപോലെ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ നാടൻ കരിക്കൊക്കെ ഇല്ലേ, ആ കരിക്കിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും, അതുപോലത്തെ ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ചെറിയൊരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുകയാണ്. കുത്തി കൊടുത്തൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ജാറിലിടുമ്പോൾ പെട്ടെന്നൊന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ 3 അവക്കാഡോയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ സ്മാഷ് ചെയ്ത അവക്കാഡോ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഴം, അതായത് 3 ഞാലിപ്പൂവിൻ്റെ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പഴം എന്ന് പറയുന്നത് ഷേക്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അപ്പം ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് ഇടുന്ന ടൈമിൽ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തു, പഴം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഇതുപോലെ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൂസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും. ഇവിടെ അങ്ങനെ ബൂസ്റ്റ് ഒന്നും അങ്ങനെ മേടിച്ച് വെക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ മേടിച്ച് വെക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാനൊരു 1 പാക്കറ്റോളം ചേർത്ത് കൊടുക്കുന്നത്. 1 പാക്കറ്റ് എന്ന് പറയാൻ അതിൽ വലിയ കാര്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും അല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ 1.5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ആ ഫ്ലേവർ എന്തോരം നിങ്ങൾക്ക് വേണം എന്നനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ആ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാല് നമ്മുടെ തിക്കിനനുസരിച്ച് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചേർക്കുന്ന ഒരു സാധനം ഐസ്ക്രീമാണ് കേട്ടോ. അത് കുട്ടികളെ പ്രമാണിച്ച് ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഐസ്ക്രീമിനോട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിനെ നിർബന്ധിക്കുകയില്ല. എന്നിട്ട് ഇത്രയും ചേർത്തിട്ട് ഷുഗറും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ. നല്ല തിക്ക് രൂപത്തിൽ ഇത് അടിച്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കി വീട്ടിൽ തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പുറത്തൊക്കെ പോയി ഒരു ഷേക്കൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റൊക്കെ വരും. 150 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ ഷേക്കിനൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല. അതുപോലത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ അവക്കാഡോ ഷേക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. അപ്പോൾ നല്ല കളറൊക്കെയാണ് കേട്ടോ. നല്ല
ചെറിയ ലൈറ്റ് ഗ്രീൻ കളറൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ക്യൂട്ടാണല്ലേ. അപ്പോൾ അത് കഴിക്കാനുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. തണുപ്പ് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം. ഞാൻ ഇനി ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്ത പാലെന്ന് പറയുന്നത് ഫ്രീസ് ചെയ്ത പാലായിരുന്നു. നല്ല തണുപ്പുണ്ട് അതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നില്ല. ഇനി കുറച്ച് പാല് എക്സ്ട്രാ ഒഴിച്ചിട്ട് ഞാൻ ആ ജാർ ഒന്ന് കഴുകി വയ്ക്കുന്നത് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഷേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല തിക്നെസ് വേണം കേട്ടോ. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാല് ഒഴിച്ചു കൊടുത്തത്. ഇപ്പം നല്ല തിക്കി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ലെങ്കിൽ എക്സ്ട്രാ പാൽ ഒഴിച്ചാൽ ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ഷേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും തിക്നെസ്സിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരുപാട് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ബൂസ്റ്റും അതുപോലെ തന്നെ ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷുഗർ കണ്ടൻറ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഐസ്ക്രീം ആഡ് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഐസ്ക്രീം ഹെൽത്തിന് അത്രയും നല്ലതല്ല. ഞാൻ ഇവിടുത്തെ കുട്ടികളെ പ്രമാണിച്ചാണ് കേട്ടോ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ കുട്ടികൾ 4 മണി നേരത്തൊക്കെ സ്കൂൾ വിട്ട് വരില്ലേ, ആ ടൈമിൽ കുട്ടികൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ആകെ പാടി തളർന്നായിരിക്കും വരുന്നത്. ഇത് ഒരു ഗ്ലാസ് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ കുട്ടികളൊക്കെ നല്ല ഉഷാറായി പറന്ന് നടക്കും. അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. പിന്നെ ഈ ജിമ്മിലൊക്കെ പോകുന്ന ലേഡീസ് ഉണ്ടാവും, മെൻസ് ഉണ്ടാവും, അവർ രാവിലെയും നൈറ്റിലൊക്കെ ഓരോ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരും. പിന്നെ ലേഡീസിൻ്റെ കാര്യം പറയാനില്ല. അവർ ഡെയിലി ഇത് ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിലുണ്ടല്ലോ അവരുടെ സ്കിന്നൊക്കെ നല്ല കളർ വെച്ച് ബ്രൈറ്റ് ആയിട്ട് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ടൊക്കെ വരും കേട്ടോ. നമ്മുടെ ഫിലിം സ്റ്റാർസൊക്കെ ഡെയിലി കുടിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആട്ടോ ഈ അവക്കാഡോ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുത്തു. ഞാനൊന്ന് കുടിക്കാൻ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു, 2 ഗ്ലാസ് കുടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ. സീ യു. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.